പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സങ്കീർത്തനങ്ങൾ 119:11 സങ്കീർത്തകൻ പറയുന്നു, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നമുക്ക് തെറ്റുകൾ പറ്റുന്നത് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ, അതായത് വിശുദ്ധ ലിഖിതങ്ങൾ നാം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ നാം ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ദൈവ വചനങ്ങൾ നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കും. 1 തെസ്സലോനിക്ക 4:3 തിരുവചനം പറയുന്നു, നമ്മുടെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവവചനമനുസരിച്ച് നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ഇല്ല എന്ന് നമുക്ക് ബോധ്യമാകും. പകരം നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും പ്രതികാര ചിന്തയും അഹങ്കാരവും ധനമോഹവും ദ്രവ്യ ആഗ്രഹങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദൈവവചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിട്ടില്ല. പാപാന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ മനുഷ്യ മക്കളെ രക്ഷിക്കാൻ കഴിയുന്നത്, മനുഷ്യൻ്റെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 21-22 തിരുവചനങ്ങളിൽ അതാണ് വ്യക്തമാക്കുന്നത്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവർ ആയിത്തീരുവിൻ എന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വചനമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായിട്ടാണ് നാം അനുദിനം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിനം, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.